എല്ലാവർക്കും നമസ്കാരം. കാമാക്യ യാത്രയെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി. നമ്മുടെ ഹീലിംഗ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഹീലിംഗ് ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. പിന്നെ അടുത്ത ഞായറാഴ്ച വരെ 26-ാം തീയതി വരെ ഹീലിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞ് 27-ാം തീയതി മുതൽ വീണ്ടും ഞാൻ കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള യാത്രയിലായിരിക്കുള്ളൂ. അപ്പോൾ തീർത്ഥാടന യാത്രകളുടെ എണ്ണം കൂട്ടാനായിട്ട് തീരുമാനിച്ചു. ഇടയ്ക്കിടയ്ക്ക് യാത്രകളാണ് ഇനി. അപ്പോൾ ഈ പോയ പോക്കിൽ നമ്മളിപ്പോൾ ഈ കാമാക്യ ട്രിപ്പ് പോയാൽ നമ്മൾ ബുക്ക് ചെയ്തത് ഒരു ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ ടൂർ പാക്കേജിലാണ് ഞാൻ പോയത്. അപ്പോൾ അദ്ദേഹം നല്ല സ്പിരിച്വലായിട്ടൊരു വ്യക്തിയാണ്, പരിചയപ്പെട്ടു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആളും കൂടിയാണ്. സേഫായിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു സ്പിരിച്വൽ പ്രോഗ്രാം ചെയ്യണം എന്ന് നേരത്തെ മുതൽ എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ ആളുകളെ നമ്മളുടെ ഹീലിങ്ങിനൊക്കെ വരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക്, തീർത്ഥാടനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് നേരത്തെ മുതൽ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിലൂടെ അതെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ മഹാക്ഷേത്രങ്ങൾ ദർശനം നടത്തുക തന്നെ വേണം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് ഞാൻ ഓൾറെഡി ഈ ട്രാക്കിൽ കുറേ വർഷങ്ങളായിട്ടുള്ള ആളാണ്. ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ ഈ സ്ഥലങ്ങൾ, 12 ജ്യോതിർലിംഗങ്ങൾ, 51 ശക്തിപീഠങ്ങൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് കാണാനായിട്ട്. ഇതെല്ലായിടത്തും നമ്മൾ പോകണം. അതാണ് നമ്മുടെ ഒരു തൃപ്തിയിലേക്ക് നമ്മൾ വന്നെങ്കിൽ ഈ യാത്രകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഉപരി അദ്ദേഹം ഒരു ഉപാസനം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ ഒരു യാത്രയിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. അപ്പോൾ എല്ലാ യാത്രകളിലും ഞാനുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ വരാൻ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ അംഗമാവാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത പ്രോഗ്രാം എന്താ വെച്ചാൽ സെപ്റ്റംബർ 2-ാം തീയതി, ഞാനത് പറയാം എങ്ങനെയാണെന്നുള്ളത്. സെപ്റ്റംബർ 2-ാം തീയതി നമ്മൾ വാരണാസി ട്രിപ്പ് ഉണ്ട്. ആ വാരണാസി ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ദിവസത്തെ പ്രോഗ്രാമാണ്. ഫസ്റ്റ് ഡേയിൽ സെപ്റ്റംബർ 2-ാം തീയതി കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വാരണാസിയിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെല്ലാം. കൊച്ചി എയർപോർട്ടിൽ നിന്നും അല്ലെങ്കിൽ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ടിക്കറ്റ് എല്ലാം ഇയാൾ ബുക്ക് ചെയ്ത് നമുക്ക് തരും. നമ്മൾ ആ ടിക്കറ്റ് കാണിച്ച് ഫ്ലൈറ്റിൽ കയറിയാൽ മതി. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് വിമാനത്താവളത്തിലേക്കാണ്, വാരണാസി. അവിടെ നിന്ന് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന പുള്ളി അവിടെ ഉണ്ടാവും. പുള്ളി അവിടെ നിന്ന് നമ്മളെ പിക്കപ്പ് ചെയ്ത് AC വണ്ടിയിൽ നമ്മളെ കൊണ്ടുപോവുകയാണ്. അലഹബാദിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ കംപ്ലീറ്റ് ഫുഡും അവിടെ എത്തുമ്പോൾ ഡിന്നർ, താമസം എല്ലാം AC റൂമാണ്. ഇതെല്ലാം പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഡേ 2 എന്ന് പറയുമ്പോൾ പ്രയാഗ്രാജിലാണ്. അവിടെ ത്രിവേണി സംഗമത്തിൽ വിശുദ്ധ സ്നാനം, പിന്നെ പിണ്ടദാനം, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ക്ഷേത്ര ദർശനമുണ്ട് അവിടെ പ്രയാഗ്രാജിൽ. ഉച്ചയ്ക്ക് ശേഷം അയോധ്യയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, അത്താഴം, ഇതെല്ലാം നമുക്ക് പുള്ളി എല്ലാം പ്രൊവൈഡ് ചെയ്യും. മലയാളി ഷെഫ് നമ്മളുടെ കൂടെ ഉണ്ടാവും. പുള്ളി പാചകം ചെയ്ത് നമുക്ക് മലയാളി ഭക്ഷണം, ചോറ്, സാമ്പാർ, രാവിലെ ഇഡ്ഡലി, ദോശ, അതുപോലെ എല്ലാ സാധനങ്ങളും മെനു അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കണ്ട, നമ്മൾ ഇവിടുത്തെ ഭക്ഷണം തന്നെ അവിടെ നമുക്ക് കിട്ടും. ഡേ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സരയൂ നദി സന്ദർശനമാണ്. ഹനുമാൻ ഗർഹി, കനക് ഭവൻ, ദശരഥ മഹലി, ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ദർശനം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം കാശിയിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിലും എല്ലാ ഫുഡെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. യാത്ര ചെയ്യാനായിട്ട് AC ബസ്സായിരിക്കുള്ളൂ. അങ്ങനെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഡേ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദിയിൽ വിശുദ്ധ സ്നാനം, പിണ്ടദാനം, കാശി വിശ്വനാഥ ക്ഷേത്രം ദർശിക്കുന്നു, വിശാലാക്ഷി അമ്മ, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം. വൈകുന്നേരം ഗംഗാ നദിയിൽ ബോട്ടിങ്, മനോഹരമായ ഗംഗാരതി. അന്നത്തെ ദിവസവും ഭക്ഷണം എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഡേ 5 സങ്കട് മോചൻ ഹനുമാൻ ക്ഷേത്രം, ദുർഗാ ക്ഷേത്രം, തുളസി മാനസ മന്ദിർ, ബിർള ക്ഷേത്രം സന്ദർശനം. ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം
കാലഭൈരവ സ്വാമി ക്ഷേത്രം, മഹാമൃത്യുഞ്ജയ ക്ഷേത്ര ദർശനം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളവിടെ റെസ്റ്റാണ്. എല്ലാ ദിവസവും നൈറ്റ് സ്റ്റേ നമ്മുടെ ഹോട്ടലിൽ നമുക്ക് റൂമെല്ലാം ഉണ്ടാവും. പിന്നെ ഡേ 6 രാവിലെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായ സാരനാഥ് ദർശനം. ഉച്ചയ്ക്ക് ശേഷം ഗയയിലേക്ക് യാത്ര. അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഗയയിലാണ് താമസം. 7-ാം ദിവസം രാവിലെ വിഷ്ണുപാത ക്ഷേത്ര ദർശനവും പിണ്ടദാന ചടങ്ങുകളും, ഉച്ചയ്ക്ക് ശേഷം ബോധഗയ ദർശനവും മഹാബോധി ക്ഷേത്ര ദർശനവും. അതായത് ശ്രീബുദ്ധൻ മെഡിറ്റേഷൻ ചെയ്തിരുന്ന ആ ഒരു വൃക്ഷമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയിട്ടില്ല കേട്ടോ, അതാണെന്ന് തോന്നുന്നത്, വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ സ്റ്റേ. പിന്നെ ഡേ 8-ാം ദിവസം രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിമാനത്താവളത്തിലേക്ക് തിരിച്ച് പുറപ്പെടുകയാണ്. തിരിച്ച് നമ്മൾ എങ്ങനെയാണോ, കൊച്ചിയിലേക്കാണെങ്കിൽ കൊച്ചി, ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഐറ്റിനറിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമുകൾ, ട്വിൻ റൂം അല്ലെങ്കിൽ ട്രിപ്പിൾ റൂം, അങ്ങനെ ഇവിടെ എഴുതിയേക്കണത്. പിന്നെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം കിട്ടും. പിന്നെ മറ്റേ AC വാഹനങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കണത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇദ്ദേഹം പറയുന്നത് 45,000 രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ ചാർജ് ഇവിടെ കൊടുത്തേക്കണത്. 8 ഡേ 7 നൈറ്റ് ഡ്യൂറേഷൻ. അതായത് ഫ്ലൈറ്റ് വരുന്നുണ്ട്, AC ഡീലക്സ് റൂം, AC ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, മലയാളി ടൂർ മാനേജർ. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ. ഈ ടൂർ മാനേജർ നമ്മളിവിടെ എപ്പോഴും ഉണ്ടാവും. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിനോട് പറയാം. അപ്പോൾ ഞാൻ പോയതുകൊണ്ട് എനിക്ക് നല്ലൊരു അഭിപ്രായം വന്നുകൊണ്ടാണ് ഞാൻ ഇവരുടെ ഈ ഒരു ട്രിപ്പിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യണത്. കാരണം എനിക്ക് യാത്രകൾ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ വരാം. എൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള അവസരം കൂടിയാണ്. എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ യാത്രയിൽ 7 ദിവസം നമ്മളെല്ലാം ഒന്നിച്ചുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറ്റാവുന്ന രീതിയിൽ ക്ഷേത്ര ദർശനത്തിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരാനുള്ള സാഹചര്യം കൂടി ഭഗവാൻ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഒരു പ്രോഗ്രാമാണ് കാശിയിലേക്കുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് ആദ്യം എടുക്കണം. ടിക്കറ്റ് എടുത്ത് വെച്ചില്ലെങ്കിൽ ടിക്കറ്റിൻ്റെ ചാർജ് കൂടും. ബാക്കിയുള്ള പേയ്മെൻറ്റ് ഫ്ലൈറ്റിൻ്റെ ചാർജ് മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി. അദ്ദേഹം പറയും എത്രയായിരുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പോകുന്ന ദിവസം ബാക്കിയുള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സേഫ്റ്റി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഉള്ള സ്ത്രീകളായാൽ പോലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോരാം, ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ധൈര്യമായിട്ട് നിങ്ങൾ വരിക, സേഫായിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതായിരിക്കും. എല്ലാ സംരക്ഷണങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അക്കാര്യത്തിൽ ശ്രീജിത്ത് വളരെ മിടുക്കനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ട്രിപ്പുകളിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്തത്. ഞാനിപ്പോൾ പ്രാവശ്യം പോയതാണ്, കാമാഖ്യ ക്ഷേത്രത്തിൽ പോയി വന്നതാണ്. അപ്പോൾ നല്ലൊരു അഭിപ്രായം തോന്നിയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇഷ്ടംപോലെ ടൂർ കൊണ്ടുപോകുന്ന ഗ്രൂപ്പുകാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും വേഗത്തിൽ മുന്നോട്ട് വരിക, മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അദ്ദേഹത്തെ നേരിട്ട് നിങ്ങൾ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് പേയ്മെൻറ്റ് നേരിട്ട് അദ്ദേഹത്തിന് കൊടുക്കാം. എനിക്കത് വേറെ റോളൊന്നുമില്ല, ഞാൻ അതിൻ്റെ കൂടെ വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാശിയുടെ ആ വിശ്വനാഥൻ്റെ ദർശനം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.